ശരി, ശ്രീ സജിമോൻ ആന്റണി, ഇത് തന്നെയാണല്ലോ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതും. അതല്ലാതെ ഇപ്പോൾ അധിനിവേശം എന്ന് പറയുമ്പോൾ സാമ്പത്തിക അധിനിവേശം ആയിക്കഴിഞ്ഞു, അതിലൂടെ ഇറാൻ വീഴുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? ഒരു പരിധി വരെ അത് തന്നെയാണ് എന്ന് പറയാൻ പറ്റും. കാരണം അധിനിവേശം എന്ന് പറയുമ്പോൾ ഇപ്പം വെനിസ്വേലയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പോലും അമേരിക്ക ഫിസിക്കലി ആ ഗവൺമെന്റ് റൺ ചെയ്യുന്നില്ല. അവിടെയുള്ള പ്രസിഡന്റ് നിക്കോളാസ് മഡുരോയുടെ എൻറ്റയർ ടീമിനെ മാറ്റിയിട്ടുമില്ല. അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോഴത്തെ ഇൻചാർജ്. മറ്റുള്ള കാര്യങ്ങൾ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കൺട്രോളിൽ കാര്യങ്ങളൊന്നും അവർ തന്നെ ഗവേൺ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതേ ഒരു ലൈൻ ഓഫ് സ്ട്രാറ്റജി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇറാനിലും അത് വളരെ പോസിബിൾ ആണ്. എനിക്ക് മുമ്പ് പറഞ്ഞ ശ്യാമപ്രസാദ് ഒക്കെ പറഞ്ഞു കൊണ്ടൊക്കെ തന്നെ ഇറാൻ വളരെ ഒരു വീക്ക് സ്റ്റേജിലാണ് ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പം ആ ഒരു സമയത്ത് ഇറാൻ ഒന്നും കൂടെ മിലിറ്ററി അല്ലെങ്കിൽ ഇക്കണോമിക്കലി അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും വളരെ മുന്നിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് വളരെ ഒരു താഴേക്കുള്ളൊരു പോഴ്ച വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മിലിറ്ററിലി വന്നു, ഇക്കണോമിക്കലി വന്നു, ആൾക്കാരുടെ റിസെന്റിമെന്റില്, ഓപ്പോസിഷന്റെ റീഗ്രൂപ്പിംഗില്, അങ്ങനെ പല കാര്യങ്ങൾക്കും ഇപ്പോഴത്തെ ഒരു മണ്ണ് എന്ന് പറയുന്നത് ഖമേനിക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു അസസ്മെന്റ് ഇല്ല എന്നുള്ളത് അത് കറക്റ്റാണ്. ഓക്കെ, അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പം എങ്ങോട്ടേക്കാണ് ലോകം പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബെറ്റർ വേൾഡിലേക്കാണ് പോകുന്നത്, അതോ ഒരു ബാഡ് വേൾഡിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനി വരുന്ന ദിവസങ്ങളും മാസങ്ങളും തെളിയിക്കൂ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഇവിടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം മെക്സിക്കോയുടെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ലാറ്റിൻ അമേരിക്കൻ കൺട്രിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്കൊന്നും അമേരിക്കയെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി മിലിറ്ററി വൈസ് ഇല്ല, ഇക്കണോമിക്കലി ഇല്ല. ആ ഒരു എന്താ പറയുന്നത് ഒരു അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം അവിടെയും ആരാണോ ഭരിക്കുന്നത് അവർക്ക് അതുപോലൊക്കെ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ഓപ്പോസിഷൻ ഉണ്ട്. ആര് ഭരിച്ചാലും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള ഡ്രഗ് കാർട്ടൽസ് ഉണ്ട്. ഒരു പരിധി വരെ വർഷങ്ങൾ അല്ല ദശാബ്ദങ്ങളായിട്ട് ഈ പല ലാറ്റിൻ അമേരിക്കൻ കൺട്രികളും ഗവേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി സംബഡി ഈസ് ദേർ ആസ് എ പ്രസിഡന്റ് ഓർ പ്രൈം മിനിസ്റ്റർ, ബട്ട് ആക്ച്വലി ഹു ഈസ് കൺട്രോളിംഗ് കാർട്ടൽസ് ആണ് റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കോണ്ടെസ്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ ഈ ഒരു വെനിസ്വേലയുടെ ഒരു ആക്ഷൻ വഴി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ലോകമാകമാനം കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത് ബാലൻസ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ ഇത് വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം എക്സ്പ്രസീവ്ലി ഇപ്പൊ ഗ്രീൻലാൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയാണ്, ദശാബ്ദങ്ങളായിട്ട് നാറ്റോയുടെ ഒരു ഇന്നോവേറ്റബിൾ പാർട്ടാണ്. അപ്പം ഗ്രീൻലാൻഡിനെ ആ ഒരു വെനിസ്വേലയുടെ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇറാന്റെ സ്ട്രാറ്റജിയിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ വന്നു കഴിയുമ്പം ഇവിടെ അമേരിക്ക സഖ്യകക്ഷികളുടെ ഇടയിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടാവുകയും ഒരു പരസ്പര വിശ്വാസമില്ലായ്മ വരികയും ചെയ്യും. അങ്ങനെ ഒരു സ്ട്രാറ്റജി അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയിലേക്ക് ലോങ് ടൈമിലേക്ക് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അമേരിക്കയ്ക്ക് മിലിറ്ററി മൈറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ പോലും നമുക്ക് ലോകത്തിന് അമേരിക്കയോടുള്ള ഒരു വിശ്വാസം, പ്രത്യേകിച്ച് സഖ്യകക്ഷികൾക്ക് അമേരിക്കയോടുള്ള വിശ്വാസത്തിന് ഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിപ്രിക്കേഷൻ അടുത്ത 50 വർഷം കഴിഞ്ഞാലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യവും സത്യമാണ്. അതാണ് ഇവിടെയുള്ള ഓപ്പോസിഷൻ പാർട്ടിക്കാർ പറയുന്ന ഓപ്പോസിഷൻ ലീഡേഴ്സ് പറയുന്നത്. ഏതായാലും വളരെ സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.